മത്തി നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചതച്ചതാണ്, ഇഞ്ചി ചതച്ചത്, ചെറിയ ഉള്ളി ഒരു 5-8 എണ്ണം ചതച്ചത്, കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, തക്കാളി, ഇതെല്ലാം കൂടെ നമ്മൾ തിരുമ്മി ഒരു കറിയാട്ടോ വയ്ക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം. നല്ല എരിവുള്ള കറിയാട്ടോ. 3 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുകയാണേ. നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് അങ്ങനെ വെക്കണം. ഒരു 10 മിനിറ്റ് അതങ്ങനെ യോജിപ്പിച്ചിരുന്നാൽ കുറച്ചുകൂടെ നല്ലതാണ്. ആ നേരത്തെ നമ്മൾ പുളിയൊക്കെ അവിടെ ഞാനവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കുടംപുളി നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് അതവിടെ ഇരിക്കട്ടെ. ചട്ടി ചൂടാവണ നേരം വരെ ഇരിക്കട്ടെ കേട്ടോ. വെളിച്ചെണ്ണ ഞാൻ ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ എന്നും ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. എന്താണ്ട് ഈ അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. കുറച്ച് നന്നായിട്ട് തന്നെ മൂത്ത് വരണം. ഇപ്പം നല്ല വാസനയാണ് കേട്ടോ. ഇതിങ്ങനെ മൂക്കുമ്പോഴേ വെളുത്തുള്ളിൻ്റെയൊക്കെ മണം എന്താണെന്നറിയോ. നന്നായിട്ട് അത് അതിലിട്ട് മൂപ്പിച്ച് ഒരു പച്ചമണം ഉണ്ട്, അത് മാറുന്നത് വരെ മൂപ്പിക്കണം. ഇതിൽ ഞാൻ കാണിക്കുമ്പം സ്പീഡിൽ നിങ്ങളെ കാണിക്കുന്നതെന്നേ ഉള്ളൂ. കുറച്ച് നേരം നിങ്ങൾ മൂപ്പിക്കണം. അതിലേക്ക് നമ്മൾ കുടംപുളി സോക്ക് ചെയ്ത് വെച്ചത് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം. ഞാൻ മീൻ അവിടെ വെട്ടി നല്ല വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനല്ല, ചിക്കുവാണ് വെട്ടി തന്നത്. ചിക്കുവിനെ കൊണ്ട് മീനൊക്കെ വെട്ടി ചെയ്യാനങ്ങനെ എനിക്ക് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു, പനിയൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, അവളോട് വെട്ടിത്തരാൻ പറഞ്ഞിട്ട് വെട്ടി അങ്ങനെ വെച്ചതാണ്. അതവിടെ നിന്ന് തിളയ്ക്കട്ടെ. മീനിൻ്റെ ചാറ് നന്നായിട്ട് അങ്ങോട്ട് വെട്ടി തിളയ്ക്കണം കേട്ടോ. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പം നമ്മളൊരു ഇടത്തരം തീയിലേക്ക് ആക്കേണ്ടതുണ്ട്. എരിയും പുളിയൊക്കെ അപ്പം നോക്കണം. എരിയും പുളിയല്ല, ഉപ്പും പുളിയും കേട്ടോ. നോക്കിപ്പോൾ അത് ആവശ്യത്തിനുണ്ട്. കുറച്ച് മുന്നോട്ട് നിൽക്കണം. നമുക്ക് മീൻ കണ്ടോ, ഒത്തിരി കൂടെ ഉപ്പ് ഞാൻ ചേർക്കുകയാണ്. എനിക്ക് ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പിട്ടു. എന്നിട്ട് നന്നായിട്ട് അത് തിളച്ച് കഴിയുമ്പോൾ നന്നായിട്ട് തീ അങ്ങോട്ട് നല്ലോണം കുറച്ചിട്ട് നമ്മൾ മീൻ പെറുക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വരഞ്ഞ മീനാണ്. എല്ലാ മത്തിയിലും വരയിട്ടിട്ടുണ്ട്, വറുക്കാൻ വരയ്ക്കുന്നത് പോലെ. അപ്പോൾ അതിലേക്കൊക്കെ എരിയും പുളിയൊക്കെ നന്നായിട്ട് പിടിക്കും. എന്നിട്ട് ഇന്ന് ഞാൻ രാത്രിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് രാവിലേക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. എരിയും പുളിയൊക്കെ പിടിച്ചിട്ടേ സൂപ്പർ കറിയായിരിക്കും. അപ്പോൾ അങ്ങനെ അത് രാത്രി വന്ന് ഉണ്ടാക്കി വെക്കുകയാണ്. ജോലിക്ക് പോകണതുകൊണ്ട് വന്നിട്ടാണ് ഞാനിത് റെഡിയാക്കണത്. അപ്പോൾ രാത്രിയാണ് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് നേരം വൈകിപ്പോയത് കൊണ്ടാണ് ചിക്കനോട് മീൻ വെട്ടിത്തരാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇത്ര തീ നന്നായിട്ട് വയ്ക്കുക, അടച്ച് വയ്ക്കുക. അത് ഇവിടെ നിന്ന് വറ്റട്ടെ. നമ്മൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ നോക്കണം. നല്ല വെട്ടി തിളയ്ക്കുക. എന്ത് മണമാണെന്നറിയോ അതിവിടെ. നല്ല അടിപൊളി വാസനയാണ്. കൊതി വരും നമുക്കിതിങ്ങനെ കഴിക്കാൻ. ചുറ്റിച്ച് കൊടുക്കണം മീൻ. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതല്ലേ, ചുറ്റിക്കുക മീൻ നമ്മളിങ്ങനെ ചുറ്റിക്കുക ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ആവശ്യത്തിനാട്ടോ ഇതിൻ്റെയൊക്കെ. അവനവരുടെ ഒരു ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ ചാറ്. ഇവിടെ ഇരിക്കട്ടെ. അതങ്ങനെ പറ്റി വന്നിട്ടുണ്ട്. ഇനി എൻ്റെ മുകളിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കണേ. എല്ലാവരും ഒന്ന് വെച്ചിട്ടുള്ള ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനതങ്ങനെ എടുക്കുന്നത് നിങ്ങൾ കണ്ടോ. ഞാൻ നല്ല വരഞ്ഞ മീനാണ്. അപ്പോൾ അതിൽ മുളകൊക്കെ പുരണ്ടിരുന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ രാവിലേക്കെന്ന് പറഞ്ഞ് വെച്ചതാണ്, പക്ഷേ രാവിലേക്കൊന്നും ഇരിക്കൂല. അതിപ്പോൾ തന്നെ ഇവിടെ വിളമ്പുകയാണ്. ഇവിടെ ആവശ്യക്കാരുണ്ട്, അപ്പോഴത്തേക്ക് അത് വിളമ്പാൻ പറഞ്ഞിട്ടേ. അപ്പോൾ അങ്ങനെയുമ്പോൾ ഫുഡിന് വിളമ്പിതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പാത്രത്തിലേക്ക് എടുത്തിരിക്കുകയാണ്. ഓക്കെ, എല്ലാവരും വെച്ച് നോക്കണം കേട്ടോ.